രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ ഒളിച്ചു കളിക്കുന്ന വൈകാരികമായ പദപ്രയോഗം നടത്തി രാഹുലിനെ നേരിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കടന്നാക്രമിച്ചിരിക്കുകയാണ് ഇന്ത്യ സഖ്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ. ലജ്ജാവഹമായ പാവകളിയാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് എന്നാണ് തൃണമൂൽ MP മെഹുവ മൊയ്ത്രയുടെ ആരോപണം. തന്റെ രാഷ്ട്രീയ യജമാനന്മാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോകുകയാണ് ജ്ഞാനേഷ് കുമാർ ചെയ്യേണ്ടത് എന്നും മെഹുവ മൊയ്ത്ര പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏൽപ്പിച്ച ജോലി തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തലാണ്, അല്ലാതെ പ്രതിപക്ഷത്തെ ആക്രമിക്കുകയല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് മൊയ്ത്ര. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണങ്ങളെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണത്തിലെ വസ്തുതകൾ പരിശോധിക്കാനല്ല സമയം കണ്ടെത്തിയത്, മറിച്ച് വൈകാരികത ഉണർത്തിവിട്ട് ജനങ്ങളെ ഇളക്കാനും ഒപ്പം ആരോപണമുന്നയിച്ച രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ച് ഭീഷണിപ്പെടുത്താനുമാണ് കമ്മീഷൻ സ്വയം സമയം കണ്ടെത്തിയത്. ബീഹാറിലെ SIR-നെ കുറിച്ചോ മഹാരാഷ്ട്രയിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടെ 70 ലക്ഷം പുതിയ വോട്ടർമാരെ ചേർത്തതോ കാണാനോ അതിനെക്കുറിച്ച് പറയാനോ കമ്മീഷന് സമയമില്ല. നിഷ്പക്ഷരല്ലാത്ത ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആരോപണം കൂടി മെഹുവ മൊയ്ത്ര ഉന്നയിക്കുന്നുണ്ട്. ബീഹാറിൽ തിടുക്കപ്പെട്ട SIR നടത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തോടും കമ്മീഷന് മൗനമാണ്. ചക്കെന്ന് പറയുമ്പോൾ ചുക്കെന്ന് മറുപടി പറയുന്നത് പോലെ ഇത്രയും കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് കമ്മീഷൻ ചെയ്തത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യണം എന്ന ആവശ്യത്തിലേക്ക് ഇന്ത്യ സഖ്യം എത്തുന്നതും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ഒരു വാദം പോലും രാഹുൽ ഗാന്ധിയുടെ 1 ലക്ഷം വോട്ട് കൊള്ള എന്ന ആരോപണത്തിന് മറുപടിയാകുന്നില്ല. ഉത്തരം പറയാതെ രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുകയാണ് കമ്മീഷൻ ചെയ്തത്. ഈ സാഹചര്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും നീക്കം. ഇതിനായുള്ള നിയമസാധുത ഇന്ത്യ സഖ്യം തേടിയിട്ടുണ്ട്. ഇത്തരമൊരു നീക്കം നടന്നാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുവഴി BJP-യെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതായിരിക്കും. ബീഹാറിൽ SIR-ന്റെ മറവിൽ വോട്ടുകൾ വെട്ടിക്കുറച്ചതുപോലെ UP-യിലും വോട്ട് വെട്ടിക്കുറയ്ക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ആസൂത്രിതമായ ഈ നടപടികൾക്കെതിരായ പ്രതിപക്ഷത്തിന്റെ പരാതികൾ അവഗണിക്കുന്ന കമ്മീഷൻ നയം നിസ്സാരമായി കാണാനാകില്ല എന്ന മുന്നറിയിപ്പ് കൂടി ഇന്ത്യ സഖ്യം നൽകുന്നുണ്ട്. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തെ പരിഹസിച്ചുകൊണ്ടാണ് ഇന്ന് നടൻ പ്രകാശ് രാജിന്റെ എക്സ് പോസ്റ്റ് വരുന്നത്. കേൾക്കുന്നവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതും ഒപ്പം രസിപ്പിക്കുന്നതുമാണ് പ്രകാശ് രാജിന്റെ പോസ്റ്റ്. തീർത്തും അപഹാസ്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ന്യായങ്ങളെ പരിഹസിക്കുന്നതും തുറന്നു കാട്ടുന്നതുമാണ് പ്രകാശ് രാജിന്റെ ആ പോസ്റ്റ്. പോളിംഗ് ബൂത്ത് എന്ന് പറയുന്നത് വസ്ത്രം മാറാനുള്ള ഡ്രസ്സിംഗ് റൂം അല്ല എന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിഹസിക്കുന്നത്. അമ്മമാരുടെയും സഹോദരിമാരുടെയും പോളിംഗ് ബൂത്തിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാനാകില്ല എന്ന കമ്മീഷന്റെ ന്യായത്തെയാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. പോളിംഗ് ബൂത്തിൽ ആ CCTV-കൾ സ്ഥാപിക്കുന്നതിന് മുൻപ് നിങ്ങൾ സ്ത്രീകളുടെ അനുവാദം വാങ്ങിയിരുന്നോ എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നു ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ രത്ന ചുരുക്കം എന്നുകൂടി പരിശോധിച്ചു പോകണം. കൃത്യമായി അക്കമിട്ട് നിരത്തിയ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് വസ്തുതാപരമായ ഒരു മറുപടി പോലും പറയാനായില്ല അവർക്ക്. പകരം വൈകാരികമായ വാക്കുകളിലൂടെ രാഹുലിന്റെ ആരോപണങ്ങളെ വഴിതിരിച്ചു വിടാനായിരുന്നു ശ്രമം. അമ്മ പെങ്ങന്മാരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു, ഭരണഘടനയെ ചോദ്യം ചെയ്തു എന്നെല്ലാമുള്ള മറുപടികൾ ഇതിന് ഉദാഹരണമാണ്. താല്പര്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് ജ്ഞാനേഷ് കുമാറിന്റെ മറുപടി നെക്സ്റ്റ് എന്ന് ആവർത്തിക്കൽ മാത്രമായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ഓരോ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് പകരം 5 ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. താല്പര്യമുള്ള ചോദ്യങ്ങൾക്ക് മാത്രം താല്പര്യപൂർവ്വം മറുപടി പറയുന്ന സമീപനം. ഇഷ്ടമില്ലാത്ത തന്ത്രപ്രധാന ചോദ്യങ്ങളെ ഇത്തരത്തിൽ ബോധപൂർവം അവഗണിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഇതോടെ കൂടുതൽ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും പാത്രമായിരിക്കുകയാണ് കമ്മീഷൻ. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചാണിപ്പോൾ ആളുകൾ കമ്മീഷനെ പരിഹസിക്കുന്നത്. കഴിഞ്ഞയാഴ്ച രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ കൃത്യവും വ്യക്തവുമായിരുന്നു. ഓരോ വിഷയങ്ങളും കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടായിരുന്നു രാഹുലിന്റെ വാർത്താ സമ്മേളനം. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ക്രമക്കേട് വിഷയമായ രാഹുലിന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടിയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം എന്നാണ് ഏവരും കരുതിയത്. പക്ഷേ അതിനു പകരം ആ വാർത്താ സമ്മേളനങ്ങളിൽ ഉയർന്നു കേട്ടത് കുറച്ച് രാജ്യസ്നേഹവും ഭരണഘടനയും പിന്നെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ഏതാനും സാങ്കേതിക കാര്യങ്ങളും മാത്രം. സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ച ഈ കാലത്ത് പോലും വോട്ടർ പട്ടികയിലെ ക്രമക്കേട് നിഷ്പ്രയാസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ എന്നിരിക്കെ അതിനുള്ള ഒരു ശ്രമം പോലും
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കമ്മീഷന് ഒരുപോലെയാണ് എന്ന് പറയുമ്പോഴും BJP വിജയിച്ച സ്ഥലത്തെ വോട്ടർ പട്ടിക ക്രമക്കേടടക്കം ഇവിടെ നടന്ന എല്ലാ ക്രമക്കേടുകളെയും ഭരണഘടനയുടെ പേര് പറഞ്ഞ് മറച്ചുപിടിക്കുന്നത് ആരെ രക്ഷിക്കാനാണ് എന്ന് എല്ലാവർക്കും അറിയാം.